ഹലോ. സോ ഇന്നത്തെ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ബിക്കോസ് നമ്മൾ ഈ റിയാക്ഷൻ വീഡിയോസ് എടുക്കുന്ന സമയത്ത് നമ്മൾ കൂടുതലും പ്രശ്നങ്ങളൊക്കെയാണ് സംസാരിക്കുക, അല്ലെങ്കിൽ വെട്ട്, കുത്ത്, കൊല, ഡ്രഗ്സ് ഇങ്ങനത്തെ കാര്യങ്ങളാണ് സംസാരിക്കുക. ആദ്യമായിട്ടാണ് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണിത്. ഞാൻ ജോലിക്ക് കയറി കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ലൈഫിൽ പഠിച്ച ഏറ്റവും വലിയൊരു പാഠം എന്താണെന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു പൈസ ഏൺ ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര മെൻ്റലി, ഇമോഷണലി, ഫിസിക്കലി അല്ലെങ്കിൽ ഒക്കെ നമ്മൾ ഭയങ്കര ഹാപ്പി ആക്കുന്ന ഒരു സാധനമാണ്. നമ്മൾ പറയും മണി കാൺ ബൈ ഹാപ്പിനെസ് എന്ന് പറയലുണ്ടെങ്കിലും പൈസ ഉണ്ടെങ്കിൽ നമ്മളിൽ കൊണ്ടുവരുന്ന ഒരു കോൺഫിഡൻസ് വളരെ വലുതാണ്. അപ്പോൾ ഞാൻ കുറേ ആയിട്ട് യൂട്യൂബിൽ കാണുന്ന അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം റീൽസ് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ കാണുന്ന ഒരു കുട്ടിയുടെ വീഡിയോ ഉണ്ട്. ആളുടെ ശരിക്കും പേര് കൃഷ്ണപ്രിയ എന്നാണ് കേട്ടോ. മിന്നു എന്നാണ് ആളുടെ ID. ഞാൻ ആളുടെ സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുക്കാം. എനിക്ക് ആളുടെ വീഡിയോസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഫസ്റ്റ് ടൈം ആളുടെ വീഡിയോ നോട്ടീസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആൾ ബേസിക്കലി ഒരു ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്ന കുട്ടിയാണ്. ഗൗണ് നല്ല അടിപൊളിയായിട്ട് വെറൈറ്റി ട്രെൻഡി ആയിട്ടുള്ള, നമുക്ക് കാണുമ്പോൾ തന്നെ ഇഷ്ടം തോന്നുന്നു. ലൈക്ക് സിൻഡ്രല്ല പ്രിൻസസ് ലുക്കൊക്കെ ഉള്ള, റപ്പുൻസൽ ലുക്കൊക്കെ ഉള്ള അടിപൊളി ഗൗൺസാണ് ആളുടെ പേജിൽ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ കുറേ റെഫറൻസിനൊക്കെ വേണ്ടിയിട്ട് കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചിരുന്നു. അത്യാവശ്യം റീച്ച് ആയി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ആ കൊച്ചിൻ്റെ വീഡിയോ കാണുന്നത്. പക്ഷേ ആ വീഡിയോൻ്റെ ബാക്കോട്ട് ഇങ്ങനെ പോയ സമയത്ത് ഞാൻ ആ കൊച്ചു വീഡിയോ എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ റീല് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി കാണിച്ച എഫോർട്ടൊക്കെ ഞാൻ കണ്ടു. ഇങ്ങനെ എന്താ പറയുക, ഒരു കട്ടിൽപ്പടി വെച്ച് അതിൻ്റെ മുകളിൽ വെള്ള തുണിയൊക്കെ വെച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് അങ്ങനെ അക്കൗണ്ട് റീച്ചായി. ഇപ്പം അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് ഉണ്ട്. യൂട്യൂബിലാണെങ്കിൽ അത്യാവശ്യം നല്ല സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ആള് കുറേ കുഞ്ഞു അച്ചീവ്മെൻറ്റ്സ് വരെ ആളതിൽ വീഡിയോ ചെയ്യുന്നുണ്ട്. ഫാദറിന് ഗോൾഡ് വാങ്ങിക്കൊടുത്ത് അങ്ങനെ കുറേ നല്ലൊരു മോളെന്ന് തന്നെ പറയണം. കാരണം 20 വയസ്സായിട്ടേ ഉള്ളൂ. 18 വയസ്സൊക്കെ ആയ ടൈമിലാണ് ആള് ഗൗണൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയത്. ആളുടെ ഫസ്റ്റ് ട്രെൻഡിങ് ഗൗൺ സ്റ്റിച്ച് ചെയ്തത് 18-ാം വയസ്സിലാണ്. അതൊരു ബോൾ ഗൗണാന്നൊക്കെ ആൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ആളുടെ ഒരു റീസെൻറ്റ് ഇൻ്റർവ്യൂ ഭയങ്കര വൈറലാവുന്നുണ്ട്. അപ്പം അതിൽ ചില വിഷയങ്ങളെ കുറിച്ചിട്ട് എനിക്ക് കുറച്ച്, അല്ലെങ്കിൽ ചില ക്ലിപ്പിങ്സിനെ കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണം തോന്നി. അതാണ് ഇന്ന് വീഡിയോ എടുക്കുക. ഇനി ആദ്യം നെഗറ്റീവ് കമന്റ് വരാണ്ടിരിക്കാൻ വേണ്ടി കമന്റ് ബോക്സ് ഓഫ് ആക്കിയിട്ടേക്കണേന്ന് ഇപ്പം ഓണാക്കി. മലയാളി ആദ്യത്തെ വേർഡ് തന്നെ പൊളിച്ച്. കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ട് ഞാൻ എൻ്റെ കമൻസുകളൊക്കെ ഓഫ് ചെയ്തിടുമായിരുന്നു. ഇപ്പം ഞാൻ ഓൺ ചെയ്താണ് ഇടുന്നത്. ദാറ്റ് മീൻസ് എന്തൊക്കെ കമൻറ്റ് വന്നാലും അതെന്നെ മെൻ്റലി ബാധിക്കില്ല എന്ന് പറഞ്ഞു. ഹാറ്റ്സ് ഓഫ് മോളെ. നെഗറ്റീവ് കമൻസ് ഒന്നും മൈൻഡ് ചെയ്യണ്ട. നമ്മളിൽ എന്തെങ്കിലുമൊക്കെ ഒരു റീച്ച് ഉണ്ട്, അല്ലെ നമ്മൾ മാറി, നമ്മളിലൊരു മാറ്റം വന്നു എന്ന് കാണുന്ന സമയത്ത് അത് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ നമ്മൾ ചൊറിയാൻ വേണ്ടി പറയുന്ന കാര്യമാണിത്. സോ സ്കിൻ കളർ, ബോഡി ഷേമിങ് മൊത്തം എന്താ വണ്ണമില്ല, മുഖം കാണാൻ കൊടുത്തില്ല, ഈ ഡ്രസ്സ് കൊള്ളാം പക്ഷെ അത് എനിക്ക് ചെയ്യാനുള്ള, എനിക്ക് അർഹതപ്പെട്ടതല്ല, അങ്ങനെ അവർ പറയണത്. രണ്ടാമത്തെ കാര്യം, ഈ ഡ്രസ്സ് കൊള്ളാം, എനിക്ക് ചെയ്തില്ല, കളർ ടോണ്, പിന്നെന്താണ് ഭയങ്കര മെലിഞ്ഞിട്ടാണ്. ബോഡി ഷേമിങ് അന്നും ഇന്നും എന്നും ഇനി അങ്ങോട്ടും ഉള്ളൊരു കാര്യമാണ്. ഇത് എത്രയൊക്കെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ലോകം ഇത് നിർത്തില്ല. ഇതിന് പേരിൽ എത്രയൊക്കെ പേര് എന്തൊക്കെ ആത്മഹത്യ ചെയ്താലും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് പറയുന്നുണ്ട് ഇവർക്ക് എന്താ കിട്ടുന്നതെന്ന് എനിക്ക് പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇല്ല. ഷീ ഈസ് സോ ബ്യൂട്ടിഫുൾ. ഓരോ ഗൗൺ ഇടുന്ന സമയത്തും ആ ഗൗണിനേക്കാൾ കൂടുതൽ ഞാൻ നോക്കി ഈ മോളെയാണ്. അവൾ അത് പ്രസൻറ്റ് ചെയ്യുന്ന ഒരു രീതി, അല്ലെങ്കിൽ കറങ്ങുന്ന ഒരു രീതി, അല്ലെങ്കിൽ ഓരോ ട്രാൻസ്ഫോർമേഷനും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആൾ കാണിക്കുന്നത്. സോ ഇങ്ങനത്തെ കമൻ്റ് ഇടുന്ന ചേട്ടന്മാരോടും ചേച്ചിമാരോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യം സ്വന്തം മുഖം ഒന്ന് പോയി കണ്ണാടിയിൽ നോക്കൂ, എന്നിട്ട് നമുക്ക് മറ്റൊരാളെ പോയിട്ട് പറയാം. ഓക്കെ? അല്ലെങ്കിൽ എന്ത് പറയാൻ ഈ 2024 കളറും മെലിഞ്ഞ് അത് ഇത് പറഞ്ഞുകൊടുക്കുന്നവർ തുപ്പിക്കള. ആ കുട്ടി തുന്നിയ ഡ്രസ്സ് ഇടാൻ ആ കുട്ടി അർഹതപ്പെട്ടതല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഡിഗ്രിക്ക് പോയപ്പോൾ ഞാൻ ഫാഷൻ ഡിസൈനിങ്, എനിക്ക് ഡിഗ്രിക്ക് പോകണമെന്നുണ്ട്. എൻ്റെ അച്ഛനുണ്ട് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ചേർത്ത്. ചെന്നാൽ എൻ്റെ ചേച്ചിയുടെ കല്യാണത്തിന് സ്റ്റിച്ച് ചെയ്താണ് എല്ലാവരും പറഞ്ഞു. അപ്പം പിന്നെ അച്ഛനെ നിർത്തുന്ന ഡിഗ്രിക്ക് വിടണ്ട, ഇതിന് ഇട്ടാൽ മതി നിർത്തിട്ട് ഇട്ടിട്ടുണ്ടായി. അപ്പം എല്ലാവരും വന്നിട്ട് ചോദിക്കണത് എന്താ. ഈ വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു സിസ്റ്റം അനുസരിച്ചിട്ട് എല്ലാവരുടെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒന്നെങ്കിൽ എഞ്ചിനീയർ, അല്ലെങ്കിൽ ഡോക്ടർ, അല്ലെങ്കിൽ നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള കോഴ്സ് എന്ന് പറയുന്നത്. അതല്ല, ശരിക്കും പറഞ്ഞ ഒരു കുട്ടീനെ ഒരു കോഴ്സിലോട്ട് വിടുന്നതിന് മുമ്പ് ആദ്യം നോക്കേണ്ടത് അതിനുള്ള കഴിവ് ആ കുട്ടിക്ക് ഉണ്ടോയെന്നാണ്. നമ്മുടെ കഴിവിനെ ബേസ് ചെയ്തിട്ടുള്ള കോഴ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ മാത്രമേ നമുക്കതിൽ കംപ്ലീറ്റ്ലി ഫ്ലറിഷ് ചെയ്യാൻ പറ്റൂ. അവരെന്നെ വന്നിട്ട് പറയണം എന്തിനാ ഞാൻ അച്ഛനെ ഇത്രയും കഷ്ടപ്പെടുത്തണം. ഒന്നാമതല്ല കടന്ന് വെച്ചാൽ കൊറോണ വന്നപ്പോൾ എൻ്റെ അച്ഛൻ്റെ അമ്മക്ക് തളർന്നു പോയി. അപ്പം എൻ്റെ അച്ഛൻ മാത്രമേ വീട്ടിൽ നിന്ന് പണിക്കോളൂ. ഞങ്ങൾ പഠിക്കാൻ പോകും, അമ്മ ലച്ചിനെ നോക്കണം.
അപ്പോൾ ഒരു ആഴ്ച 7,000 ഒക്കെ കടം ഉണ്ടായ ടൈമിന്. അപ്പോൾ ആ ടൈമിൽ ഞാൻ അച്ഛനോട് പറഞ്ഞത്. പക്ഷേ അന്ന് കാശില്ലെങ്കിലും അച്ഛൻ എനിക്ക് പൈസ ഒപ്പിച്ച് തരാറുണ്ടായി. ഹാറ്റ്സ് ഓഫ് ടു കൃഷ്ണപ്രിയാസ് ഫാദർ. കാരണം അടിപൊളിയാട്ടോ. കാരണം നമ്മൾ ആ ഇൻ്റർവ്യൂ ഫുള്ള് കാണുന്ന സമയത്ത് നമ്മൾ ആ അച്ഛനെ ഒന്ന് കണ്ടാലോ എന്ന് ഭയങ്കര ആഗ്രഹിച്ചു. കാരണം ആളുടെ സിസ്റ്ററിനെ മാരേജിന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കോസ്റ്റ്യൂം കണ്ടിട്ട് എൻ്റെ മോൾക്ക് അതിൽ കഴിവുണ്ട്, ഇതിൽ അവൾക്ക് ഫ്ലറിഷ് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കിയിട്ട് അവൾ ആ കോഴ്സിലോട്ട് വിട്ടു. ഫസ്റ്റ് ടു ലാസ്റ്റ് വരെയുള്ള അവളുടെ ജേണിക്ക് ഫുൾ സപ്പോർട്ടായി നിന്നിട്ടുള്ളത് ഓഫ് കോഴ്സ് ആളുടെ ഫാദറാണ്. അവനവൻ്റെ പ്രശ്നങ്ങൾക്കിടയിലും കുട്ടികൾക്ക് വേണ്ടി അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യം മനസ്സിലാക്കി അവർക്ക് 100% കൊടുക്കാൻ വേണ്ടി നിൽക്കുക എന്ന് പറയുന്നത് ഇസ് നോട്ട് എ സ്മോൾ തിങ്, വലിയൊരു കാര്യം തന്നെയാണ്. അതിനുള്ള ഒരു എഫോർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ജസ്റ്റ് എ ഗ്രേറ്റ്. പിന്നെ അങ്ങോട്ട് കുറച്ച് ഇമോഷണൽ കാര്യങ്ങളാണ് പറയുന്നത്. ഹിയർ ഇരിക്കും. അന്നൊക്കെ അച്ഛനോട് ആരും മിണ്ടത്തില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും അല്ല, അത്യാവശ്യം പൈസ ഉള്ള കുറച്ച് ആൾക്കാരൊന്നും മിണ്ടില്ലായിരുന്നു. ഞാൻ അന്ന് റീച്ച് ആയിക്കാണ്ട് അച്ഛൻ എൻ്റെ അടുത്ത് ഓടിയും സന്തോഷിച്ച് പറഞ്ഞു. എടി അന്ന് ഞാൻ നോക്കി തിരിച്ചവരെ എന്നോട് മിണ്ടിയിട്ടുണ്ടായില്ല, അങ്ങനെയുള്ളവരെ വണ്ടി നിർത്തി ഇറങ്ങി എൻ്റെ അടുത്ത് ഓടി ഒന്ന് സംസാരിച്ച്. അച്ഛൻ്റെ കൂട്ടുകാരൻ 3 പാല മറ്റേ വാതിൽ കൊണ്ടുവന്നു ഞാൻ നിലത്തിട്ട്. പിന്നെ ബാക്കിൽ എന്തെങ്കിലും വിരിക്കണം, അതിന് അച്ഛനെ മുണ്ട് വെച്ചിട്ട് ചെയ്ത് അതിട്ടപ്പോഴും എനിക്കത്ര കയറുന്നൊന്നും ഞാൻ ഓർത്തിട്ടല്ല ഇട്ടത്. ഇട്ട് 2ാമത്തെ വീഡിയോ റീച്ച് കൂടി വന്ന് അപ്പോൾ എല്ലാവർക്കും പുച്ഛായിരുന്നു. ഇത് കേട്ട സമയത്ത് ശരിക്കും സങ്കടം തോന്നി കേട്ടോ. കാരണം ആ കുട്ടിയുടെ ഒരു ചെറിയ പ്രായമാണ്, 20 വയസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുണ്ടാവുക ചൈൽഡ്ഹുഡ് പ്രായത്തിലാണ്. ആ പ്രായത്തിൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. കാരണം അച്ഛൻ അത്രത്തോളം എഫോർട്ട് എടുക്കുന്നു, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നു, അച്ഛമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നു, അതിൻ്റെ ഇടയിൽ തനിക്ക് വേണ്ടി അച്ഛൻ ടൈമും അല്ലെങ്കിൽ പൈസയും സ്പെൻഡ് ചെയ്യുന്നു. അച്ഛൻ എല്ലാവരും കുറ്റം പറയുന്നു, കൊച്ചിനെ എല്ലാവരും കുറ്റം പറയുന്നു, നിന്നെ കൊണ്ടാവുമോ, നിനക്ക് അതിനുള്ള കഴിവുണ്ടോ, നീ +2 തോറ്റതല്ലേ, ഫാഷൻ ഡിസൈനിങ് എടുത്തിട്ട് നിനക്ക് എന്താവാൻ പറ്റും എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ പ്രായത്തിൽ അതൊരു വലിയ കാര്യം തന്നെ. അത്രയും വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ സഹിച്ചിട്ട് ഇന്ന് അവൾ വലിയ ലെവലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ മോളെ യു ആർ ഗ്രേറ്റ്, യു ആർ സച്ച് എ പ്രൗഡ് ഗേൾ. അച്ഛനും അമ്മേനെയും സംബന്ധിച്ച് ഏറ്റവും വലിയ നിധി തന്നെയാണ് മോള് എന്ന് പറയുന്നത്. ഈ ഒരു ചെറിയ പ്രായത്തിൽ സ്വന്തമായിട്ടൊരു സംരംഭം തുടങ്ങാനും അതിൽ ഫുൾ ഓവറോൾ കാര്യങ്ങൾ മാനേജ് ചെയ്യാനും പല സ്റ്റേറ്റുകളിലോട്ടൊക്കെയാണ് ആളുടെ ഗൗണും കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യുന്നത്. അതിന് എഫോർട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ്. എല്ലാവരും ലൈഫിൽ കംപ്ലീറ്റ്ലി സക്സസ് ആവുന്ന ആൾക്കാരല്ല, ലൈഫിൽ ഫെയിലിയേഴ്സും ഉണ്ടാവും. ഫെയിലിയേഴ്സ് എന്ന് പറയുന്ന ഒരു സക്സസിന് സ്റ്റാർട്ടാണ് എന്നുള്ളത് വളരെ ബ്യൂട്ടിഫുള്ളി പ്രൂവ് ചെയ്തിട്ടുള്ളൊരു മോളാണ്. ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ സംഭവിച്ചാലും നമ്മൾ വിചാരിച്ചാൽ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കുട്ടിയാണ്, ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ് കൃഷ്ണപ്രിയൻ്റെ എന്ന് പറയുന്നത്. നമുക്ക് വീണ്ടും വീണ്ടും നമുക്ക് ആളുടെ വീഡിയോസ് കാണാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നും. അത്രയ്ക്ക് നിഷ്കളങ്കമായിട്ടാണ് ആ വീഡിയോസ് കുട്ടി പല കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത്. സോ മോളോട് എനിക്ക് പറയാനുള്ളത്, ഇനിയും നെഗറ്റീവ് കമൻസ് വരാം, കുറ്റം പറയുന്ന ആൾക്കാരുണ്ടാവാം, പലതും ഉണ്ടാവാം. ഇതൊന്നും മൈൻഡ് ചെയ്യണ്ട. യു ഗോ ഓൺ യുവർ ഫ്ലോ, യു ആർ സച്ച് എ ജേം. വേറെ ഒന്നിനെ കുറിച്ചും ആലോചിക്കണം. നമ്മൾ പൊള്ളിയാണ്. മോളുടെ ഗൗൺസ് ആണെങ്കിലും ഡ്രസ്സസ് ആണെങ്കിലും ഒക്കെ സൂപ്പറാണ്. ഇനിയും നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്യണം, കുറച്ചും കൂടെ പ്രൊഫഷണൽ ആവണം, വലിയ രീതിയിലുള്ള ഒരു ഓൺടർപ്രനർ ആവാൻ മോൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്.